ഉണ്ടായിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് അകക്കാട്ടുകളിലേക്ക് ആളുകളെല്ലാം പോയിരിക്കുകയാണെന്നും ഉള്ള വിവരം ഔപചാരികമായിട്ട് നൽകുന്നത്. ഞാൻ മിനിറ്റുകൾക്കകം യോഗം നടക്കുമ്പോൾ തന്നെ ADM സന്ദേശം അയച്ച് ADM നമ്മുടെ വൈൽഡ് ലൈഫ് DFO ഇവിടുത്തെ PC DFO അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം നൽകുകയുണ്ടായി. ക്യാബിനറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞു, ഇങ്ങനൊരു ദുരന്തം പെട്ടെന്നുണ്ടായ ഒരു അനുഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ തുടർന്ന് രണ്ട് മന്ത്രിമാരോടും, റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗ അടിയന്തരം ചെയ്യുകയാണ്. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത്. സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത്. പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും കാട് ആദിവാസികളുടേത് കൂടിയാണ്. അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ കൊണ്ടുവരുന്നത്. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിച്ചു 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാലോചിച്ചു. അതനുസരിച്ച് ആദ്യത്തെ 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ തുക വരുന്നതിന് മുമ്പ് തന്നെ, സർക്കാരിൻ്റെ പണം ഔപചാരികമായി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയോട് അത് അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്യുകയാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ കൈമാറിയത്. തുടർന്ന് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശവസംസ്കാരത്തിൻ്റെ ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. അതിനെ തുടർന്ന് ബാക്കി 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായിട്ടുള്ള 1 ലക്ഷം രൂപ ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് കുടുംബത്തിന് നൽകണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളിൽ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഇടപെട്ട് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയുണ്ടായി. ഔപചാരികമായ സംവിധാനങ്ങൾക്കപ്പുറത്ത് ജനങ്ങളെല്ലാം ഇടപെട്ടു. കിട്ടാവുന്ന ഈ വൈതരണികൾക്കിടയിലും വേട്ടനെ കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും നിങ്ങൾക്ക് എല്ലാവർക്കുമായി അറിയുന്നത് പോലെ വൈകുന്നേരമാകുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പിന്നെ നടക്കാനുള്ള ചില പ്രയാസമുണ്ടായി. ഇൻക്വസ്റ്റ് നടത്തി കളക്ടറോട് രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉത്തരവ് ഇറക്കണം എന്നതിന് മന്ത്രി എന്നതിന് നിർദ്ദേശിച്ചത്. അതനുസരിച്ച് പ്രത്യേക ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അവൈലബിലിറ്റിയുടെ പ്രശ്നം വന്നു. പോലീസിനോട് വാഹനം എടുത്ത് പോയി തന്നെ ഡോക്ടറെ എത്തിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് രാത്രി തന്നെ ആ ചടങ്ങുകളും നടപടിക്രമങ്ങളും സ്ഥിരീകരിക്കാനായി. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും അടക്കമുള്ള കുടുംബമാണ് ഇപ്പോൾ വേട്ടൻ്റെ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ചാലക്കുടി ITയിൽ പഠനം നടക്കുകയും ചെയ്യാം. ഒരാളുടെ മാത്രമേ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്, കൈവിടില്ല. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടിലെ ജനങ്ങളും എല്ലാം ചേർന്ന് ചെയ്യാവുന്ന മുഴുവൻ സഹായവും അക്കാര്യത്തിൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സർക്കാരിനും പഞ്ചായത്തിനും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ആളുകളും എല്ലാം അനുഷ്ഠിക്കും രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും വേഗം ചെയ്യുക.